സമോസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സമോസയുടെയും ജിലേബിയുടെയും ആരോഗ്യകരമായ ദോഷവശങ്ങൾ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ, സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ ക്യാന്റീനുകൾക്കും കഫറ്റീരിയകൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ലക്ഷ്മി ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമുക്കറിയാം, നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഈ പഞ്ചസാരയാണെങ്കിലും എണ്ണ, കൊഴുപ്പൊക്കെ. ഇതൊക്കെ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇവയടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള അനവധി പഠനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഒരു പഠനമനുസരിച്ച് 2050 ആകുമ്പോഴേക്കും ഏകദേശം 45 കോടിയിലധികം ഇന്ത്യക്കാർക്ക് അമിതവണ്ണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് സിഗരറ്റിനെതിരായ മുന്നറിയിപ്പിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ സമൂസയുടെയും ജിലേബിയുടെയും പാക്കറ്റുകളിൽ, അതായത് അതിൻ്റെ ദോഷവശങ്ങളും അതിലെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത്രയും ഹാനികരമാണെന്ന രീതിയിലുള്ള നിരവധി മുന്നറിയിപ്പുകൾ അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ ലേബൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി മുതൽ കഴിക്കുന്ന ഇത്തരത്തിലുള്ള മധുര പലഹാരങ്ങളും കൊഴുപ്പടങ്ങിയ പലഹാരങ്ങളും ഒക്കെ അതിൻ്റെ പദാർത്ഥങ്ങൾ അതിൻ്റെ പുറത്ത് തന്നെ ചൂണ്ടിക്കാട്ടണം എന്നുള്ള തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തു കൊണ്ടുവരുന്നത്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിൽ നമ്മൾ സ്വയം ഒരു അവബോധം ഉണ്ടാക്കണം എന്നതാണ് ഇതിൻ്റെ. പഞ്ചസാരയും ട്രാൻസ്ഫാറ്റും പുകയിലേക്ക് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്നാൽ ഇതൊരു നിരോധനമായിട്ട് കണക്കാക്കാനാകില്ല. അതായത് ഈ ഉൽപ്പന്നങ്ങൾ, ഈ ഒരു മധുരപലഹാരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിരോധിക്കാനുള്ള ഒരു ഉദ്ദേശമല്ല ഉള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗുലാബ് ജാം ഇപ്പോൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ബോധം അത് കഴിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ തന്നെ അത് സ്വയം നിയന്ത്രിക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. ജിലേബിക്കും സമൂസയ്ക്കും ഒക്കെ പുറമെ ഇപ്പോൾ മറ്റ് മധുര പലഹാരങ്ങളിലും ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന മിക്ക മധുര പലഹാരങ്ങളിലും കൊഴുപ്പടങ്ങിയ പലഹാരങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ മുന്നറിയിപ്പ് അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിയെ മാനിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടി സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്.